Welcome to BSc Main Physics, Paper 4, Atomic and Molecular Physics, Semester 5, Class number 54. We see isomer shift. Isomer shift or chemical shift. What is it? What is isomer shift in molecular spectroscopy? That we are going to see. Isomer shift. Isomer shift is seen often with the Mossbauer effect. Mossbauer experiment, isomer shift. In a Mossbauer experiment, if the environments of the emitting and absorbing nuclei are different, the energy of the nuclear transition H nu may differ by a small amount. This energy difference is known as isomer shift or chemical shift delta. That's definition. അപ്പോൾ ഐസോമർ ഷിഫ്റ്റ് നമ്മൾ മോസ്ബയർ എഫക്റ്റിൽ കാണുന്ന ഒരു ഫിനോമിനനാണ്. അത് സംഭവിക്കുന്നത് ഈ എമിറ്റിംഗ് ഫോട്ടോൺ എമിറ്റിംഗ് ന്യൂക്ലിയസ്, ഗാമാറ എമിറ്റിംഗ് ന്യൂക്ലിയസ്, ഗാമാറ അബ്സോർബിംഗ് ന്യൂക്ലിയസ്, ഇവയുടെ ഈ രണ്ട് ന്യൂക്ലിയസിൻ്റെ എൻവയൺമെൻറ്റ്, അതിൻ്റെ സറൗണ്ടിങ്സ് ഡിഫറൻ്റ് ആണെങ്കിൽ ദി എനർജി ഓഫ് ന്യൂക്ലിയർ ട്രാൻസിഷൻ എച്ച് മേ ഡിഫർ ബൈ എ സ്മോൾ എമൗണ്ട്. അപ്പോൾ ഈ ഫോട്ടോണിൻ്റെ എനർജി ചെറുതായിട്ടൊന്ന് മാറാം രണ്ട് കേസിലും. ഇപ്പോൾ അബ്സോർബ്ഡ് ഫോട്ടോണിൻ്റെ എനർജി തന്നെ ആയിരിക്കണമെന്നില്ല, എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ എനർജി ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും ഈ രണ്ട് ന്യൂക്ലിയസിൻ്റെ സറൗണ്ടിങ് അല്പം ഡിഫറൻ്റ് ആണെങ്കിൽ. In Mossbauer experiment, if the environments of the emitting and absorbing nuclei are different, the energy of the nuclear transition H nu may differ by a small amount. ഇപ്പോൾ രണ്ട് കേസിലും ഈ ഫോട്ടോണിൻ്റെ ഗാമാറയുടെ എനർജി ചെറിയൊരു വ്യത്യാസം വരും. These energy difference is known as isomer shift delta or chemical shift. അപ്പോൾ ഈ രണ്ട് എനർജി തമ്മിലുള്ള ചെറിയ വ്യത്യാസം, അതിനെയാണ് നമ്മൾ ഐസോമർ ഷിഫ്റ്റ് അല്ലെങ്കിൽ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഡെൽറ്റ എന്നുള്ള സിമ്പൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെൽറ്റയ്ക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ദ വാല്യൂ ഓഫ് ഡെൽറ്റ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ കെമിക്കൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഐസോമർ ഷിഫ്റ്റ് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. The isomer shift arises because the nucleus of an atom is not a point charge as assumed. അപ്പോൾ ന്യൂക്ലിയർ ചാർജിനെ പോയിന്റ് ചാർജായിട്ട് അസ്യൂം ചെയ്യാൻ പാടില്ല. അങ്ങനെ അസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്. ദ ഐസോമർ ഷിഫ്റ്റ് arises because nucleus of an atom is not a point charge as assumed but has a finite charge distribution. ഇപ്പം ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ചാർജ് അല്ല, മറിച്ച് ഒരു ഫൈനറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ചാർജാണ്. ദ ഐസോമർ ഷിഫ്റ്റ് ഈസ് ഗിവൺ ബൈ, ഐസോമർ ഷിഫ്റ്റിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതൊന്ന് പഠിക്കണം. അപ്പം അത് എഴുതിയാൽ മാർക്ക് കിട്ടും. ഐസോമർ ഷിഫ്റ്റ്, ദ ഐസോമർ ഷിഫ്റ്റ് ഈസ് ഗിവൺ ബൈ delta is equal to 2π/5 Z square into R square minus RG square into psi a 0 modulus square minus psi a 0 modulus square. You see the equation, delta is equal to 2π/5 Z square R square minus RG square into psi a 0, like psi 0a, psi 0 modulus square minus psi 0 s modulus square. ഓരോന്നിനും പേരുണ്ട്. Where RE and RG are the radii of the nucleus in the excited and the ground state. എക്സൈറ്റഡ് ഗ്രൗണ്ട് സ്റ്റേറ്റുകളിലെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആണ് REയും RGയും. psi 0 square represents the electron density, probability density. psi 0 square represents electron density at the site of the nucleus and subscripts. അവിടെ ഒരു psi 0a എന്നുണ്ടല്ലോ, psi 0s എന്നുണ്ടല്ലോ, and subscripts A and S refer to observer and source. അപ്പോൾ അബ്സോർബറിനെ സോഴ്സ് അവയുടെ വേവ് ഫംഗ്ഷനാണ് നമ്മൾ ഈ എ ഇട്ട് അല്ലെങ്കിൽ എസ് ഇട്ട് സബ്സിറ്റ് കാണിക്കുക. ഇപ്പോൾ psi 0a psi 0s, ഇപ്പോൾ എയും എസും കാണിക്കുന്നത് എ മീൻസ് അബ്സോർബർ, എസ് മീൻസ് സോഴ്സ് എന്നാണ്.
contributions of psi 0 square, ഈ psi 0 മോഡുലസ് ഉണ്ടല്ലോ, psi 0 modulus electrodensity, the contributions of psi 0 square are mainly from s orbitals. s orbitalസിലെ ഇലക്ട്രോൺസ് ആണ് ഈ ഇലക്ട്രോഡെൻസിറ്റിക്ക് കാരണമാകുന്നത്. The isomer shift is the Mossbauer parameter that gives the maximum amount of chemical interaction. The isomer shift or chemical shift is the Mossbauer parameter that gives the maximum amount of chemical interaction. The chemical interaction maximum amount അതിനെ കാണിക്കുന്ന ഒരു Mossbauer parameter ആണ് isomer shift. The question explain isomer shift in Mossbauer effect. ഇനി നമ്മൾ ഈ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമുണ്ട്, അത് വേറെ സ്ഥലത്ത് വന്നിട്ടുള്ളതാണ്. ഈ യൂണിറ്റ് അതൊന്നൊരു വ്യക്തമായിട്ട് ഒന്നൊരു പറയാണ്. എന്താണ് ഈ ബോർ മാഗ്നറ്റോൺ, എന്താണ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ? ബോർ മാഗ്നറ്റോൺ നമ്മൾ നമ്പർ ഓഫ് കേസിൽ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് ബോർ മാഗ്നറ്റോൺ വെച്ചിട്ട്. ന്യൂക്ലിയർ മാഗ്നറ്റോൺ നമ്മൾ അപൂർവമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പം ന്യൂക്ലിയർ മാഗ്നറ്റോൺ? പ്രധാനമായിട്ട് ന്യൂക്ലിയർ ഫിസിക്സിനകത്ത് വരുന്നതാണ്. അത് നമ്മൾ ഈ അറ്റോമിക് ഫിസിക്സിനകത്ത് കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ ബോർ മാഗ്നറ്റോൺ നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബോർ മാഗ്നറ്റോൺ, എന്താണ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ, അവ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതാണ് ഇവിടെ ഒന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പേപ്പറിൽ, അതുപോലെ നിങ്ങളുടെ അടുത്ത സെമിസ്റ്ററിലെ ന്യൂക്ലിയർ ഫിസിക്സ് പേപ്പറിനകത്തും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 2 യൂണിറ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. 2 units are discussed here. One is Bohr magneton, the second is nuclear magneton. Both are units of magnetic moments of atom or nucleus. You look here. Distinguish between Bohr magneton and nuclear magneton. Bohr magneton, and the symbol is mu b. B suffix mu b. It is the natural unit of atomic magnetic moment. Atomic magnetic momentന്റെ നാച്ചുറൽ യൂണിറ്റ് ആണ്. ഇപ്പോൾ അറ്റോമിക് സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. അവ രണ്ടും എക്സ്പ്രസ് ചെയ്യുന്ന ഈ ഒരു യൂണിറ്റാണ് mu b. It is the natural unit of atomic magnetic moment. It is given by the equation mu b is h/4π(J_t⁻⁻1), Joule Tesla⁻⁻1. അപ്പോൾ ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ്. അത് mu b എന്ന് എഴുതും. ബോർ മാഗ്നറ്റോൺ b ആണ് സഫിക്സ്. അപ്പോൾ ഇവിടെ ഈ mu bയുടെ എക്സ്പ്രഷൻ h/4πm ആണ്. h/4πm ഈ ഇലക്ട്രോണിക് ചാർജ്, h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, എ മാസ് ഓഫ് ഇലക്ട്രോൺ. യൂണിറ്റ് ജൂൾ ടെസ്ല⁻⁻1 അല്ലെങ്കിൽ ആംബിയർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. ആംബിയർ പെർ മീറ്റർ. അത് വേണമെന്നില്ല, ഇത് പഠിച്ചാൽ മതി. ജൂൾ ടെസ്ല⁻⁻1, ജൂൾ ടെസ്ല⁻⁻1 അതാണ് ഈ ബോർ മാഗ്നറ്റോണിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ബോർ മാഗ്നറ്റോണിനെ കുറിച്ച് പറയാനുള്ള അതിൻ്റെ വാല്യൂ ഇവിടെ കണക്ക് കൂട്ടുന്നുണ്ട്. ദ വാല്യൂ ഓഫ് ബോർ മാഗ്നറ്റോൺ ഈസ് എസ്റ്റിമേറ്റഡ് ഹിയർ. ദിസ് വാല്യൂ വി ഹാവ് അസ്യൂംഡ് in number of problems. Mu b is equal to h/4πm, that is 1.6 into 10⁻⁻19 into 6.626 into 10⁻⁻34 by 4 pi into mass of electron. h/4πm 9.1 into 10⁻⁻31, that is 9.27 into 10⁻⁻24 Joule Tesla⁻⁻1. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ പഠിക്കുകയാണെങ്കിൽ 10⁻⁻23 എന്ന് പഠിക്കാവുന്നതാണ്. 10⁻⁻23, that is the Bohr magneton approximate value. 9.27 we can take as 10, multiply 10⁻⁻24 by 10, we get 10⁻⁻23. In that manner we can take. But exact value of Bohr magneton is 9.27 into 10⁻⁻24 Joule Tesla⁻⁻1. The actual value of Bohr magneton is 9.27 into 10⁻⁻24 Joule Tesla⁻⁻1. Now comes another important term, the second important term, which is nuclear magneton. That we write as mu_n. N is suffix. അടുത്ത പ്രധാനപ്പെട്ട ടേമാണ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. n ആണ്. mu എന്ന് എഴുതും, n സഫിക്സ്. ഇപ്പോൾ ബിയുടെ വാല്യൂ വീണ്ടും നമ്മൾ കണക്കൂട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആവശ്യമില്ല, ഒന്നുകൂടി കണക്കൂട്ടി കാണിച്ചിരിക്കുകയാണ്, അത് ഒഴിവാക്കാം. നമുക്ക് ഇവിടെ ന്യൂക്ലിയർ മാഗ്നറ്റോൺ
magnetic moment due to spin of proton or neutron is called nuclear magnetic moment. അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിൻ മൂലം ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷൻ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ബോർ മാഗ്നറ്റോൺ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് അതാണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സ്പിൻ മോഷൻ മൂലമുള്ള മാഗ്നറ്റിക് മൊമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. ഏറ്റവും ചെറിയ വാല്യൂ magnetic moment due to the spin of proton is called nuclear magnetic moment. It is expressed as nuclear magneton expressed in nuclear magneton, that is mu n is h by 4 by mb, p suffix, mb is the mass of proton, where mb is the mass of proton. Then mu n is, on calculation we get mu n is equal to, when we put mass of proton there in the equation as 1.67 into 10 raised to minus proton mass 27, we get mu n is 5.056 into 10 raised to minus 27 joule Tesla raised to minus 1. And it is found that mu n is mu b by 1836. Mu n is mu b by 1836. That is, mu n value is smaller compared to mu b value. When we divide mu b by 1836, we get mu n because proton mass is 1836 times as electron mass. ഈ ബോർ മാഗ്നറ്റിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഈ പേപ്പറിൽ ചോദിച്ചൊരു പ്രോബ്ലം ഇവിടെ കൊടുക്കുകയാണ്. റിപ്പീറ്റേഷൻ പ്രോബ്ലമാണ്, നേരത്തെ വന്നിട്ടുണ്ട്, ഒന്നുകൂടി കൊടുക്കുകയാണ്. The experimental value of Bohr magneton is 9.27 into 10 raised to minus 24 joule Tesla raised to minus 1, and h equal to 6.626 into 10 raised to minus 34 joule second. Find from this, calculate the electron charge mass ratio of electron. Calculate the charge mass ratio of electron. അപ്പോൾ ഇവിടെ ബോർ മാഗ്നറ്റോൺ തന്നിരിക്കുകയാണ്, അതിനൊപ്പം തന്നെ എച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രോൺ ചാർജ് മാസ് റേഷ്യോ E/m സ്പെസിഫിക് ചാർജ് കണ്ടുപിടിക്കുകയാണ്. ഇലക്ട്രോൺ ചാർജ് മാസ് റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബോർ മാഗ്നറ്റോൺ നമുക്കറിയാം mu b CH/4πm, നമുക്ക് കാണുന്ന E/m ആണ്. അത് കണ്ടുപിടിക്കുമ്പോൾ we have to find E/m. When we write an expression for E/m, we get E/m is equal to 4 pi mu b by h. Put the values, we get 4 into 3.14 into 9.27 into 10 raised to minus 24 by 6.626 into 10 raised to minus 34 is equal to 1.76 into 10 raised to 11 coulomb per kg. That is the electron charge mass ratio. That is solved with your that is solved with your 54th lecture. We continue your class, and what is now remaining is one topic that we have missed, that is Bohr's correspondence principle. Bohr's correspondence principle is a principle we study in quantum mechanics. But in the present syllabus, it is also included in this paper 4 also. So in paper 3 and paper 4, in quantum mechanics, paper 1. In paper 1 also we can see this. So you remember, the Bohr's correspondence principle we study in quantum mechanics, and that topic is repeated here as the next class, which is the copy of the quantum mechanics lecture that we add along with this. That is all. Thank you very much.